ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ആറ്റം അക്കാഡമി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SBI ക്ലർക്കുമായിട്ട് ബന്ധപ്പെട്ട ചില ക്വയറീസ് ആണ്. ഓക്കെ, അപ്പോൾ SBI ക്ലർക്ക് എല്ലാവരും അപ്ലൈ ചെയ്ത് സ്റ്റാർട്ട് ചെയ്താണ്. നമുക്ക് ലാസ്റ്റ് ഡേറ്റ് കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വരുന്നത് ഓഗസ്റ്റ് 31 നോട്ടിഫിക്കേഷൻ അതെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇതിനോടകം തന്നെ നിങ്ങൾ പല ചാനലുകളിലും എന്താണ് ഈ നോട്ടിഫിക്കേഷനെ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടു കാണും. കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഓഗസ്റ്റ് 31 അപ്പൊ അതിന് മുന്നേ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആപ്ലിക്കേഷൻസ് രജിസ്റ്റർ ചെയ്തു, പേയ്മെന്റ് നടന്നു എന്നൊക്കെ ഉള്ളത് കൺഫേം ചെയ്യുക. ഓക്കെ, പലപ്പോഴും ചില ആസ്പിറൻസ് പറഞ്ഞിട്ടുള്ള ക്വയറിയാണ് എന്താണ്, പേയ്മെന്റ് നടന്നു പക്ഷേ പേയ്മെന്റ് അവിടെ റിഫ്ലക്ട് ചെയ്തില്ല, പേയ്മെന്റ് പോയിട്ടുണ്ട് പക്ഷേ റിഫ്ലക്ട് ആയിട്ടില്ല എന്നുള്ളത്. അപ്പം റിഫ്ലക്ട് ആയി നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ എപ്പോഴും എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കാൻ നോക്കുക. അതിൽ പെയ്ഡ് എന്ന് പറയുന്നതാണ് പ്രിന്റ് ചെയ്തേക്കുന്നത് എന്ന് എപ്പോഴും ഉറപ്പുവരുത്തുക. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് SBI ക്ലർക്ക് ഏത് സ്റ്റേറ്റിൽ, ഒബിയസ്ലി എന്താണ് കേരളത്തിൽ വേക്കൻസി ഇല്ല. അപ്പം പലരും വിചാരിക്കുന്നത് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെയാണ്. പക്ഷെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്ലൈ ചെയ്യാനുള്ള മാനദണ്ഡം എന്നാണ്, നമ്മൾ ഏത് സ്റ്റേറ്റിലോട്ടാണോ അപ്ലൈ ചെയ്യുന്നത് ആ ഒരു സ്റ്റേറ്റിലെ ലാംഗ്വേജ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്ന് പറയുമ്പോൾ വായിക്കാൻ അറിയണം, എഴുതാൻ അറിയണം, അതുപോലെ തന്നെ സംസാരിക്കാനും അറിയണം. കാരണം ക്ലറിക്കൽ പോസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഒരു കസ്റ്റമേഴ്സുമായിട്ട് ഇടപെടുന്ന ഒരു ജോലിയാണ് അല്ലേ. അപ്പോൾ കസ്റ്റമേഴ്സുമായിട്ട് ഇടപെടുന്ന ജോലി ആയതുകൊണ്ട് തന്നെ ഇതിന് ഭാഷ നല്ല രീതിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട്. ഓക്കെ, ഇല്ലെങ്കിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇന്ന് ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് നമുക്ക് കേരളൈറ്റ്സിന്, മലയാളികൾക്ക് വെക്കാൻ പറ്റുന്നതെന്നല്ല, ഏത് സ്റ്റേറ്റിൽ വേണമെങ്കിലും വെക്കാം, പക്ഷെ ഏതൊക്കെ സ്റ്റേറ്റിൽ വെക്കുന്നതായിരിക്കും നല്ലത് എന്നുള്ളതാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എപ്പോഴും ഞാൻ ഒരു പ്രിഫർ ചെയ്യുന്നത് നമ്മുടെ നിയർ ബൈ സ്റ്റേറ്റ്സ്. അപ്പോൾ കേരളത്തിന്റെ നിയർ ബൈ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പം ഫസ്റ്റ് വൺ തമിഴ്നാടു, പിന്നെ വരുന്നത് കർണാടകയാണ്. പിന്നെ ഒരു സ്റ്റേറ്റും കൂടെ ഞാൻ പ്രിഫർ ചെയ്യും, ഗോവ. ഓക്കെ, പലരും നോക്കാത്തൊരു സ്ഥലമാണെന്ത്, ഗോവ എന്ന് പറയുന്നത്. പക്ഷേ ചെറിയൊരു സംസ്ഥാനമാണ്, ട്രെയിനിൽ പോയി വരാം. ഏറ്റവും സ്പെഷ്യാലിറ്റി എന്താണ്, ഒറ്റ ട്രെയിനിൽ നമുക്ക് ഗോവയിൽ പോവാം. ഓക്കെ, ഗോവയിൽ പോവാം. ചെറിയൊരു സർക്കിളാണ്, അതിൻ്റെ അകത്ത് വലിയ ദൂരത്തിലുള്ള സ്ഥലങ്ങളൊന്നുമില്ല. അപ്പോൾ എന്താ, നമുക്ക് പെട്ടെന്ന് റീച്ച് ചെയ്യാൻ പറ്റുന്ന സ്പോട്ടുകളാണ് ഗോവ ഫുള്ള്. ഓക്കെ, അപ്പോൾ ഗോവയിൽ കിട്ടിക്കഴിഞ്ഞാൽ എന്താണ്, നമ്മുടെ യാത്ര സൗകര്യമായിരിക്കും. ഇപ്പോൾ ട്രിവാൻഡ്രത്തുള്ള ഒരാളാണെങ്കിലും ട്രിവാൻഡ്രം ടു മുംബൈ ട്രെയിൻസ് ഒക്കെ കാണും. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് ഈസി ആയിട്ട് ഗോവ അപ്രോച്ച് ചെയ്യാം. പക്ഷേ കർണാടകയിൽ കൊടുക്കുമ്പോൾ ഉള്ള മേജർ പ്രശ്നം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് കർണാടക എന്ന് പറയുന്ന ഒരു വലിയ സ്റ്റേറ്റാണ്. കർണാടകയിലെ എല്ലാ സ്ഥലങ്ങളിലോട്ടും ട്രെയിൻ സൗകര്യം ഇല്ല എന്ന് തന്നെ പറയാം. കാരണം നമുക്കിപ്പം നമ്മൾ ഇവിടെ നിന്ന് ഗോവയിലോട്ട് പോകുന്ന വഴി ആ ഒരു കോസ്റ്റൽ മേഖലയിലോട്ടാണെങ്കിൽ ട്രെയിൻ സർവീസ് കാണും. പക്ഷേ ഒരു ഇത്തിരി ഉള്ളിലോട്ടുള്ള സ്ഥലങ്ങളൊക്കെ ആണെങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് ട്രെയിനിൽ പോവുക എന്ന് പറയുന്ന അസാധ്യമായിട്ടുള്ള കാര്യമാണ്. അപ്പം നമുക്ക് വീട്ടിൽ വരാൻ ബുദ്ധിമുട്ടായിരിക്കും ഒബിയസ്ലി. അപ്പം വീട്ടിൽ വരാൻ ബുദ്ധിമുട്ടില്ല എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ കർണാടക ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഉള്ള ഈ ഒരു നോട്ടിഫിക്കേഷന് ഉള്ളൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതുവരെ സർക്കിളിന് പുറത്തോട്ട് SBI നമുക്ക് ട്രാൻസ്ഫർ അലോട്ട് ചെയ്തിട്ടില്ല. പക്ഷേ ഈ ഒരു നോട്ടിഫിക്കേഷന് വ്യക്തമായിട്ട് അവർ പറയുന്നുണ്ട് 5 വർഷത്തെ സർവീസ്. നോക്കിക്കേ, 5 വർഷത്തെ സർവീസിന് ശേഷം അവർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു എക്സെപ്ഷണൽ കേസിൽ നമുക്കൊരു ഒരു ട്രാൻസ്ഫർ അനുവദിക്കാം എന്നുള്ളൊരു ഹോപ്പ്, ഉറപ്പിച്ചൊന്നും പറയുന്നില്ല, ഒരു ഹോപ്പ് തരുന്നുണ്ട്. ഓക്കെ, അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വയബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ തമിഴ്നാടുമാണ്. അപ്പോൾ തമിഴ്നാടു നിങ്ങൾക്കറിയാം, ഈ ഒരു നോട്ടിഫിക്കേഷനിൽ നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചു കാണും, 1000-ൽ പുറം വേക്കൻസീസ് ഉള്ള ഒരുപാട് സ്റ്റേറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഏതൊക്കെയാണ് സ്റ്റേറ്റ്സ് എന്ന് നോക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ് നോക്കിക്കേ, ഒഡീഷയിൽ 1000-ൽ പരം വേക്കൻസി ഉണ്ട്. അതുപോലെ തമിഴ്നാടു, നമ്മൾ പറഞ്ഞ ലിസ്റ്റിലെ തമിഴ്നാട്ടിൽ 1410 വേക്കൻസി ഉണ്ട്. പിന്നെ മഹാരാഷ്ട്രയിലുണ്ട് 1000-ൽ പരം അല്ലെ, 1500-ൽ പരം ഉണ്ട്, 1718. ഓക്കെ, അപ്പൊ ഇത്രയും 3 സ്റ്റേറ്റുകളിലാണ് ഒരുപാട് വേക്കൻസീസ് നോട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ തവണയാണെങ്കിൽ ഉത്തർപ്രദേശ് എന്ന് പറഞ്ഞ് എപ്പോഴും വേക്കൻസി കൂടിയ സ്റ്റേറ്റിലായിരിക്കും കട്ട് ഓഫ് കുറവ് എന്നുള്ള ചിന്താഗതി നിങ്ങൾ മാറ്റി നിർത്തുക. കാരണം വേക്കൻസി കൂടി എന്ന് പറഞ്ഞ് ഒരിക്കലും കട്ട് ഓഫ് കുറഞ്ഞിരിക്കില്ല. കാരണം വേക്കൻസി കൂടിയാലും നമ്പർ ഓഫ് ആപ്ലിക്കൻസ് കൂടുതലായിരിക്കും മിക്കവാറും ആ സ്റ്റേറ്റുകളിൽ. ഓക്കെ, അപ്പം ഒബിയസ്ലി നമ്മുടെ ഈ സൗത്ത് ഇന്ത്യൻസ് കുറേ പേരും, ഒന്നാമത് കേരളത്തിൽ വേക്കൻസിയും കൂടെ ഇല്ലാത്തത് കൊണ്ട് മിക്കവരും കൊടുക്കുന്നത്
തമിഴ്നാട്ടിലോട്ടായിരിക്കും. നമ്മുടെ സൗത്ത് ഇന്ത്യൻസ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഫുൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു 70% അബവും തമിഴ്നാട്ടിലോട്ടായിരിക്കും കൊടുക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഒരു ഫ്ലോയുടെ കൂടെ നീങ്ങി തമിഴ്നാട്ടിലോട്ട് കൊടുക്കാം. ബാരിയർ എന്താണ്? തമിഴ് ലാംഗ്വേജ് അറിഞ്ഞിരിക്കണം. പിന്നെ മെയിൻലി തമിഴ്നാട്ടില് പ്രിലിംസ് കട്ട് ഓഫ് കുറവായിരിക്കും. എപ്പോഴും അറിഞ്ഞിരിക്കുക, പ്രിലിംസ് കട്ട് ഓഫ് കഴിഞ്ഞ ഒരു 4-5 വർഷത്തെ കാര്യമാണ്. പ്രിലിംസ് കട്ട് ഓഫ് കേരളം ഉണ്ടായിരുന്ന സമയത്ത് കൂടി കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ പ്രിലിംസ് കട്ട് ഓഫ് തമിഴ്നാട്ടിൽ എപ്പോഴും എന്തായിരിക്കും? കുറവായിരിക്കും. പ്രിലിംസ് കട്ട് ഓഫ് കുറവായിരിക്കും കമ്പാരിറ്റീവ്ലി കേരളത്തിനെ വെച്ച് നോക്കുമ്പോൾ. പക്ഷെ കർണാടകത്തിനെ വെച്ച് നോക്കുമ്പോൾ പൊടിക്ക് കൂടുതലുമായിരിക്കും. ഓക്കെ, പക്ഷേ മെയിൻസിലോട്ട് വരുമ്പോൾ തമിഴേറ്റ്സ് നല്ല രീതിക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന ആൾക്കാരായതുകൊണ്ട് തന്നെ പൊതുവേ കേരളക്കാർ കറണ്ട് അഫയേഴ്സ് പഠിക്കാൻ കുറച്ച് മടിയുള്ള ടീമുകളാണ്. അപ്പം എന്ത് ചെയ്യും? കട്ട് ഓഫ് കൂടും. എവിടെ? മെയിൻസിൽ. കഴിഞ്ഞതിൻ്റെ അങ്ങേ തവണയും ഇതേ ഒരു സാഹചര്യം വന്നായിരുന്നു. IBPS ക്ലർക്കിനാണ്, SBI ക്ലർക്കിനല്ല, IBPS ക്ലർക്കിന്. ഇന്ന് IBPS ഉണ്ടായിരുന്ന പോലെ 100 സംതിങ് വേക്കൻസി കേരളത്തിൽ. തമിഴ്നാട്ടിൽ നല്ല വേക്കൻസി ഉണ്ടായിരുന്നു. പ്രിലിംസിന് കട്ട് ഓഫ് കേരളത്തിൽ കൂടുതലായിരുന്നു. പക്ഷെ മെയിൻസിന് വന്നപ്പോൾ കേരളത്തിനേക്കാൾ കട്ട് ഓഫ് എവിടെ വന്നു? തമിഴ്നാട്ടിൽ വന്നു. അപ്പോൾ എപ്പോഴും പ്രിലിംസ് എളുപ്പമാണ് എന്ന് വിചാരിച്ച് നിങ്ങൾ മെയിൻസ് ഒരു കേക്ക് വാക്ക് ആയിരിക്കില്ല. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ തമിഴ്നാട്ടിൽ അപ്ലൈ ചെയ്യുന്നവർ മെയിൻസ് സ്ട്രോങ് ആക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റ് വെക്കുക. പിന്നെ ഉള്ള ഓപ്ഷൻ കർണാടകയാണ്. ഓക്കെ, കന്നഡ പഠിക്കുക എന്ന് പറയുന്നത് അത്ര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടാസ്ക് അല്ല. മലയാളമായിട്ട് കുറേ സിമിലാരിറ്റി ഉണ്ട്. നമ്മുടെ തമിഴ് ഭാഷ പോലെ തന്നെ മലയാളമായിട്ട് കുറേയൊക്കെ സിമിലാരിറ്റി ഉണ്ട്. പക്ഷെ തമിഴിൻ്റെ അത്ര സിമിലർ അല്ല. ഓക്കെ, അപ്പം കന്നഡ നിങ്ങൾ വിചാരിച്ചാൽ പഠിക്കാൻ പറ്റും എന്നൊക്കെ ഉറപ്പുള്ളവർ, നിങ്ങൾക്ക് ഏതെങ്കിലും കന്നഡൈറ്റ് ഫ്രണ്ട്സ് ഉണ്ട്, അവർ പഠിപ്പിച്ചു തരും എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് അതും പഠിച്ചെടുക്കാം. ഓർക്കുക, LPT ഉണ്ട്. ഇത്തവണ LPT ഉണ്ട്. സ്പെഷ്യലി SBI ആകുമ്പോൾ നല്ല രീതിക്ക് LPT കാണും. LPT നല്ല ടഫ് എന്നല്ല, അത്യാവശ്യം ലിബറലൊന്നും ആയിരിക്കില്ല. നല്ല ഇത്തിരി സീരിയസ് ആയിട്ട് തന്നെ എടുക്കണം LPTനെ. നിങ്ങളൊരു കുഞ്ഞു കളി പോലെ കാണരുത്. കാരണം LPTയുടെ കാര്യം കണ്ടോ, നമ്മുടെ നോട്ടിഫിക്കേഷനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, നോട്ടിഫിക്കേഷനിൽ തന്നെ LPTയെ പറ്റി അവർ മെൻഷൻ ചെയ്യുന്നുണ്ട്. നോൺ വെർബൽ ടെസ്റ്റ് ഉണ്ട്, അത് ഒബ്ജക്റ്റീവ് ടൈപ്പും ഉണ്ട്, സബ്ജക്റ്റീവ് ടൈപ്പും ഉണ്ട്. ഓക്കെ, അതിന് 15 മാർക്കിലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ വെർബൽ ടെസ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ഇന്റർവ്യൂ പോലെ, അതായത് അവരെന്തെങ്കിലും ചോദിക്കാം, അപ്പോൾ അതിനെന്ത് ചെയ്യണം? നമ്മൾ മറുപടി ചെയ്യണം. അപ്പോൾ ഇതിന് ഒരു മിനിമം കട്ട് ഓഫ് മാർക്ക് ഓരോ സെക്ഷനും അവർ വെക്കും. ഓക്കെ, ആ കട്ട് ഓഫ് മാർക്ക് കയറിയാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നമുക്ക് ജോലിയിലേക്ക് പ്രവേശിക്കാൻ പറ്റും. അപ്പം നമ്മൾ മെയിൻസ് ക്വാളിഫൈ ആയി എന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. കാരണം നമ്മൾ 10ാം ക്ലാസ്സിൽ ഇപ്പം കാസർഗോഡൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർ ചിലപ്പം കന്നഡ മീഡിയത്തിൽ പഠിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ അവർക്ക് 10ൽ കന്നഡ ഉണ്ടെങ്കിൽ എന്ത് വേണ്ട, അവർക്ക് ഈ ഒരു ടെസ്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ആപ്ലിക്കേഷൻ അപ്ലൈ ചെയ്യുമ്പം കൊടുത്താൽ മതി കന്നഡ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തമിഴ് പഠിച്ചിട്ടുള്ള ആൾക്കാർക്കാണെങ്കിലും എന്ത് വേണ്ട, LPTയുടെ ആവശ്യമില്ല. പഠിക്കാത്തവർക്കാണ് ഈ ഒരു LPT അവർ മാൻഡേറ്ററി ആയിട്ട് നടത്തുന്നത് എന്ന് ഓർക്കാം. ഓക്കെ, പിന്നെ നമുക്കുള്ള സ്റ്റേറ്റ്, അപ്പൊ കർണാടകയുടെ മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവലിംഗ് ബുദ്ധിമുട്ടില്ല, ഓക്കെ ആണ്, പ്രശ്നമില്ല എന്നുള്ളവർക്ക് കർണാടക ഓപ്റ്റ് ചെയ്യാം. ഓക്കെ, കാരണം നിങ്ങൾ വിചാരിക്കുക എന്താണ്, കർണാടകയിലെ ഒരു ഉൾഗ്രാമം കിട്ടി. അപ്പോൾ ഉൾഗ്രാമത്തിലോട്ട് പോകണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ട്രെയിൻ കയറേണ്ടി വരും. ഒബ്വിയസ്ലി നമ്മൾ ചിലപ്പോൾ മംഗലാപുരോ ബാംഗ്ലൂരോ ഒക്കെ ആയിരിക്കും ചെല്ലുന്നത്. എന്നിട്ട് അവിടെ നിന്ന് കണക്ട് ചെയ്ത് എന്ത് ചെയ്യണം, ആ ഒരു പർട്ടിക്കുലർ വില്ലേജിലോട്ട് പോകേണ്ടി വരും. കുറച്ച് ടൈം എടുക്കും യാത്രയ്ക്ക്. ഓക്കെ, അപ്പോൾ ആ കാര്യം മനസ്സിൽ വെച്ചിരിക്കുക. പിന്നെ ഉള്ള സ്റ്റേറ്റ് ഗോവ. അപ്പോൾ ഗോവ എന്ന് പറയുമ്പം ലാംഗ്വേജ് ഫസ്റ്റ് ശ്രദ്ധിക്കുക. ലാംഗ്വേജ് എന്താണ്? കൊങ്കിണിയാണ്. അപ്പോൾ കൊങ്കിണി പലർക്കും കൺഫ്യൂഷൻ കാണും, എന്താണ് കൊങ്കിണി ലാംഗ്വേജ് ഹിന്ദി സ്ക്രിപ്റ്റ് ആണ്. ശരിക്കും ഹിന്ദി സ്ക്രിപ്റ്റ് എന്ന് വെച്ചാൽ ഹിന്ദിയിലാണ് എഴുതുന്നതും വായിക്കുന്നതൊക്കെ. പക്ഷേ വായിക്കുന്നത് എഴുതുന്നത് മാത്രമേ ഉള്ളൂ ഹിന്ദിയിൽ. പക്ഷേ വേർഡ്സ് എല്ലാം ഡിഫറെൻ്റ് ആണ്. ചിലപ്പോൾ ഹിന്ദിയിൽ അച്ഛ എന്ന് പറഞ്ഞാൽ ഗുഡ് എന്നാണ്. ചിലപ്പം കൊങ്കണിയിൽ അച്ഛ എന്നൊരു വാക്ക് തന്നെ കാണണമെന്നില്ല. ഓക്കെ, അങ്ങനെയുള്ള പല കാര്യങ്ങളും കാണാം. അപ്പോൾ കൊങ്കിണി പഠിക്കാൻ പറ്റും എന്നൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യുക, ഗോവ കൊടുക്കാം. ഗോവയാകുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ ട്രെയിനിൽ ഗോവ മഡ്ഗോവൻ സ്റ്റേഷനിലോ എവിടെയെങ്കിലുമൊക്കെ ഇറങ്ങിയിട്ട് പിന്നെ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് പോകാവുന്നേ ഉള്ളൂ. ചെറിയൊരു സ്റ്റേറ്റ് അല്ലേ, അതിനനുസരിച്ച് കണക്ട് ചെയ്ത് പോകാൻ പറ്റുമായിരിക്കും. ഓക്കെ, എൻ്റെ ഒരു ഊഹമാണ് കേട്ടോ. ഗോവയിലും ഇനി ഉൾഗ്രാമങ്ങൾ കാണില്ലെന്നൊന്നും പറയുന്നില്ല. എങ്കിലും കർണാടകയെ വെച്ചും തമിഴ്നാടിനെ വെച്ചും ട്രാവൽ ചെയ്യാൻ കുറച്ചുകൂടി ഈസിയർ, ദൂരം കൂടുതലായിരിക്കും പക്ഷെ കുറച്ചുകൂടി ട്രാവൽ ചെയ്യാൻ ഈസിയർ. ഒറ്റ മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിൽ ഒരുവിധമൊക്കെ എത്തിച്ചേരാൻ പറ്റും. ഓക്കെ, കർണാടകയിലോ തമിഴ്നാട്ടിലോ ചിലപ്പോൾ മൾട്ടിപ്പിൾ ബസ്സസും ട്രെയിനും ഒക്കെ കയറേണ്ടി വരും. ഓക്കെ, അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ വേക്കൻസി നോക്കിക്കേ 62. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഊഹമാണ് മിയർ ഊഹം. ഓക്കെ, അപ്പോൾ ഊഹം വെച്ചിട്ട് നമ്മുടെ ഈ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന സ്റ്റേറ്റുകളിൽ
പ്രിലിംസിന് കട്ട് ഓഫ് മിക്കവാറും കർണാടകയിലായിരിക്കും കുറവ്. കർണാടകയിൽ ഒരു മിക്കവാറും ഒരു 760 വേക്കൻസി ഇല്ലേ, മിക്കവാറും ഒരു 50-60 ആ ഒരു റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരുന്നത്. 50 അല്ലെങ്കിൽ 60. തമിഴ്നാട്ടിലും ഒരു 60-65 റേഞ്ചിൽ കട്ട് ഓഫ് വരാം. ഓക്കെ. ഇനി ഗോവയിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 60+ മാർക്സ് നേടുന്ന രീതിക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രിലിംസിന് സേഫ് ആണ്. ഓക്കെ. പിന്നെ മെയിൻസിലോട്ട് വരുമ്പോൾ കട്ട് ഓഫ് കുറവ് എനിക്ക് തോന്നുന്നു കർണാടകയിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കർണാടക ഓപ്റ്റ് ചെയ്യാം. ഇനി അതല്ല, നിങ്ങൾക്ക് തമിഴ്നാടാണ് ചൂസ് ചെയ്യാൻ കുറച്ചുകൂടി ബെറ്റർ എങ്കിൽ തമിഴ്നാട് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗോവ. പിന്നെ ആലോചിക്കേണ്ട കാര്യം, ആൾക്കാരെ ബേസ് ചെയ്ത് കുറച്ചുകൂടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാർ എനിക്ക് തോന്നുന്നു തമിഴേറ്റ്സ് ആയിരിക്കും കർണാടകത്തെക്കാളും. ഗോവയിൽ നമുക്ക് സർവൈവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്ന് വെച്ചാൽ ഇംഗ്ലീഷ് അറിഞ്ഞാൽ മതി. കൊങ്കണി ആയിരിക്കില്ല മിക്ക ബ്രാഞ്ചസിലും ആൾക്കാർ സംസാരിക്കുന്നത് ഇംഗ്ലീഷ് ആയിരിക്കും. തമിഴ് പിന്നെ മലയാളികൾക്ക് തമിഴ് ഒരുവിധം സംസാരിക്കാനുള്ള തമിഴ് എന്തായാലും അറിയായിരിക്കും. കർണാടകയാണെങ്കിൽ കന്നഡ പഠിച്ചു വെച്ചിരിക്കുക, കാരണം ആൾക്കാർ കുറച്ച് റഫർ ആയിരിക്കും. ഓക്കെ. അപ്പം കന്നഡ അറിഞ്ഞിരിക്കുക. കന്നഡ അറിഞ്ഞില്ലെങ്കിൽ ആൾക്കാർ നമ്മളത് ബിഹേവ് ചെയ്യുന്ന രീതിയും ഇത്തിരി വ്യത്യാസമായിരിക്കും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് ഏത് ചൂസ് ചെയ്യാൻ പറ്റും, എവിടെ പോയാൽ നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ ഈസിയർ ആയിരിക്കും എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ ചെയ്യുക. ഓർക്കുക, LPT ഉണ്ട്. LPTയെ സീരിയസ് ആയിട്ട് എടുക്കുക, ലാഘവത്തോടെ കാണരുത്. ഓക്കെ. പിന്നെ ഒരുപാട് ഫ്രണ്ട്സ് LPT ഔട്ടായവരെ എനിക്ക് പേഴ്സണലി അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്, LPT നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ തന്നെ യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ചാനൽസ് ഉണ്ട്. ആൽഫബറ്റ്സ് പഠിക്കാൻ, ജസ്റ്റ് ആൽഫബറ്റ്സ് പഠിക്കാം. ഓക്കെ. പിന്നെ അതിൻ്റെ ചില്ലക്ഷരങ്ങൾ, ഈ അതിൻ്റെ തന്നെ ചില്ലക്ഷരങ്ങളുണ്ടല്ലോ, ചില്ലക്ഷരങ്ങൾ കൂട്ടി എഴുതാൻ ശ്രമിക്കുക. പിന്നെ പറ്റുമെങ്കിൽ കന്നഡ മൂവീസോ അങ്ങനെയൊക്കെ വാച്ച് ചെയ്യുക. കുറേയൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവും. ഓക്കെ. അപ്പോൾ ഇത്രയാണുള്ളത്. അപ്പം 31-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്തു, പേയ്മെൻറ്റ് നടന്നു എന്ന് കൺഫേം ചെയ്യുക. അതുപോലെ ആ ഒരു നമ്മുടെ പേയ്മെൻറ്റ് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അത് പെയ്ഡ് എന്ന് പറയുന്ന കാര്യം പ്രിന്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഉറപ്പുവരുത്തുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു സെഷൻ. ചെറിയൊരു സെഷനാണ്, എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.